ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇത് ഒരു മഴയുള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞാനും എൻ്റെ കൊളീഗ്സ് കൂടി ഓഫീസിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് പോയത് ഒരുപാട് സഞ്ചരിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഷാപ്പുണ്ട്. ഷാപ്പ് കട എന്നാണ് പേര്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഏതാണ്ടൊരു 3-4 കൊല്ലമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, സെയിം സ്പോട്ടിൽ തന്നെ. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഹോട്ടലിൽ ഞാൻ ഇതുവരെ ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ തന്നെ പോയി കഴിക്കാമെന്ന്. എന്തോ ഇത്രയും നാളും തൊട്ടടുത്ത് കിടക്കുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കാം മേ ബി. കാരണം ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് പോലും ഞാനിതുവരെ പോയിട്ടില്ല. എനിവേസ് ഇന്ന് ഞങ്ങൾ അവിടെ പോയായിരുന്നു ഫുഡ് കഴിക്കാൻ. ആംബിയൻസ് എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല, പക്ഷേ ഹോട്ടൽ നല്ലതാണ്. കാരണം ഒരു ഷാപ്പാണ്, നമ്മൾ അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഫുഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ 3 പേര് പോയി. 3 പേരും 3 സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഒരാൾ ഊണ് ഓർഡർ ചെയ്തു, ഞാൻ വെറൈറ്റിക്ക് കപ്പ മീൻ കറി ഓർഡർ ചെയ്തു, വേറൊരാൾ അപ്പവും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് നല്ലതായിരുന്നു, അതിൽ കുറ്റം ഒന്നും പറയാനില്ല. പക്ഷേ എന്താ പറയുക, ഭയങ്കര ഹൈപ്പിനുള്ള സാധനം ഉണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. പിന്നെ അവിടെ കള്ള് കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കള്ള് കിട്ടുന്ന ഏരിയാസൊക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ഇല്ലാതെ തോന്നുന്നു. അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റഡ് ഷോപ്പുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ അവരുടെ കള്ളിൻ്റെ കൂടെ കൊടുക്കുന്ന കോമ്പിനേഷൻസ്, കപ്പ ആയിക്കോട്ടെ, മീൻ കറി ആയിക്കോട്ടെ, ഫിഷ് ഫ്രൈ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു അയലയാണ് ഫിഷ് ഫ്രൈ പറഞ്ഞത്. ആൻഡ് കേരച്ചൂരയുടെ മീൻ കറിയാണ് കേട്ടോ പറഞ്ഞത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഫിഷിൽ തന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ല, ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസ് ഓഫ് ഫിഷും, അതുപോലെ മീൻ മുട്ട, അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്തോ എനിക്ക് ഇന്നത്തെ എൻ്റെ മൈൻഡ് ഞാൻ സെറ്റാക്കി പോയത് കപ്പയും മീൻ കറിയും കഴിക്കാനായിരുന്നു. കാരണം കുറേ നാളെ ഞാൻ കപ്പയും മീൻ കറിയൊക്കെ കഴിച്ചില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ക്രേവിങ്സുകളിൽ ഒന്നായിരുന്നു കപ്പയും മീൻ കറിയും. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല സാധനമായിരുന്നു. കപ്പ പക്ഷേ എനിക്ക് ക്വാണ്ടിറ്റി വൈസ് കുറവായിട്ടാണ് തോന്നിയത്. എങ്കിലും കുഴപ്പമില്ല, റീസണബിൾ റേറ്റ് ആണ്, ഭയങ്കര കത്തിയല്ല. അപ്പം മീൻകറി പക്ഷേ നല്ല ടേസ്റ്റ്, നല്ല എരിവായിരുന്നു. മുളകിട്ട മീൻകറിയായിരുന്നു കേട്ടോ. അതായത് ഈ കള്ളിൻ്റെയൊക്കെ കോമ്പിനേഷൻ നല്ല എരിവുള്ള സാധനം വേണമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു അവർ ആ മീൻകറി ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് മീൻകറി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു സീ ഫുഡ് ലവർ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഫിഷ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ അയല ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ഒരു ചമ്മന്തി തരുമായിരുന്നു. അത് ഭയങ്കര സ്പൈസി ആയിരുന്നു. പക്ഷേ ഞാൻ രണ്ടാമതും വാങ്ങിച്ചു, കാരണം അത്രയും നല്ല ടേസ്റ്റി സാധനമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും മിക്സ് ചെയ്താണ് ഫുഡ് കഴിച്ചത്. ഒരാൾ ഊണ് മേടിച്ചെങ്കിലും ആളുടേത് ചോറ് ഞാനും മേടിച്ചു, എൻ്റെ കപ്പ പുള്ളിക്കരി എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പമാണെങ്കിലൊക്കെ നമ്മൾ 3 പേരും 3 ഐറ്റംസ് ഓർഡർ ചെയ്തെങ്കിലും എല്ലാം ഷെയർ ചെയ്തൊക്കെ തന്നെയാണ് കഴിച്ചതും. ഫുഡ് വൈസ് ഭയങ്കര ഹെവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. നമുക്കൊരു നേരത്തെ വിശപ്പടക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹൈപ്പും കൊടുക്കുന്നില്ല, എന്നാൽ തീരെ താഴ്ത്തുന്നുമില്ല. ഫുഡ് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഈ ഹോട്ടലിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. എനിവേസ് ഇന്ന് പോയി ആ ഒരു ടേസ്റ്റും ആംബിയൻസൊക്കെ അറിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.